ഈ സാബർ മന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നില്ലെങ്കിൽ എഴുതുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പോൾ സാബർ മന്ത്രങ്ങളുടെ ഒരു പ്രത്യേകത, അത് ലോക്കൽ ലാംഗ്വേജിലാണ്, അത് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാവുന്നതാണ്, നമുക്ക് ആർക്കും ഉപയോഗിക്കാവുന്നതാണെന്നുള്ളതാണ്. സാബർ മന്ത്രങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റും ഇല്ല. അതാണ് സാബർ മന്ത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത. പക്ഷേ സാബർ മന്ത്രങ്ങൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. സാബർ മന്ത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സിദ്ധി കിട്ടണമെങ്കിൽ രണ്ട് കാര്യം അത്യാവശ്യമാണ്. ഒന്ന്, ഈ സിദ്ധപുരുഷൻ്റെ ഒരു ഇമോഷനിൽ നിന്നാണ് ഇത് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ അത്രയും ഒരു ഭക്തി നമ്മളിൽ ഉണ്ടാകണം. അത് മാത്രമല്ല, അതിനെന്തെങ്കിലും പ്രത്യേക വിധികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധികൾ പാലിക്കുകയും വേണം. അത് സാബർ മന്ത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെ പെട്ടെന്ന് സിദ്ധമാവുന്ന മന്ത്രങ്ങളാണ്. പക്ഷേ സംസ്കൃത മന്ത്രങ്ങളെ പോലെ ഒരിക്കൽ സിദ്ധിച്ചാൽ അത് നമ്മൾ എന്ന് നിലനിൽക്കും എന്ന് പറയാൻ പറ്റില്ല. സാബർ മന്ത്രങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് സംസ്കൃത മന്ത്രങ്ങൾ ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ആണെങ്കിൽ സാബർ മന്ത്രങ്ങൾ പ്രീപെയ്ഡ് കണക്ഷൻ പോലെയാണ്. അപ്പോൾ അത് കൃത്യമായ ഇടവേളകളിൽ ചാർജ് ചെയ്യേണ്ടി വരും. അതായത് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും.